വിഷുപ്പുലരിയിൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ശ്രീകോവിൽ നട തുറന്നു. ആ സമയത്ത് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കിന് ഇപ്പോൾ യാതൊരു കുറവുമില്ല. ഇന്ന് രാവിലെ 4 മണി മുതൽ തന്നെ ഭക്തന്മാർക്ക് ശബരിമല അയ്യപ്പന് മുന്നിൽ വിഷുക്കണി കാണാനും ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങാനുമുള്ള അവസരമുണ്ടായിരുന്നു. ഭക്തന്മാർക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് വിഷുക്കണി കാട്ടിയതും വിഷുക്കൈനീട്ടം നൽകിയതും. ഒട്ടേറെ ഭക്തന്മാർ ഇപ്പോഴും സോപാനത്ത് ഈ കണി കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്പസമയം കൂടി മാത്രമായിരിക്കും കണിക്ക് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാകുക. പിന്നീട് ഈ നെയ്യഭിഷേക ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോകും. ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത്. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും ഒരു വിഷുദിന ആശംസകൾ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പോലെ തന്നെ വിഷുവും നല്ലൊരു ഭംഗിയായിട്ട് നടക്കാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണം അയ്യപ്പ. ഈ വിഷുപ്പുലരിയിൽ ഭക്തർക്ക് വലിയൊരു വിഷു കൈനീട്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ മുദ്രയുള്ള ലോക്കറ്റ് പ്രകാശനം ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പ് ദേവസ്വം മന്ത്രി VN വാസവനാണ് ലോക്കറ്റ് പ്രകാശനം ചെയ്തത്. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ലോക്കറ്റ് ലോഞ്ച് ചെയ്ത് ആദ്യത്തെ ഭക്തന് അത് കൈമാറിയിട്ടുള്ളത്. ഇത് നിരവധി ബുക്കിംഗാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കേറെ സ്വീകാര്യമായ ഒരു തീരുമാനമായിരുന്നു ദേവസ്വം ബോർഡ് എടുത്തത്. ഈ വിഷുദിനത്തിൽ വലിയ സന്തോഷകരമായ ഒരു കാഴ്ച കൂടി നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കും. അയ്യപ്പൻ എന്ന് പറയുന്നത് അന്നദാന പ്രഭു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ചോറൂണിന് വേണ്ടി വിഷുദിനത്തിൽ ഇവിടേക്ക് ഒരുക്കുകയാണ്. അച്ഛൻ ഒപ്പം തന്നെ അച്ഛന്റെ മടിയിലേറി, അമ്മയില്ലാതെ അച്ഛന്റെ മടിയിലേറി കുഞ്ഞുങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാ വരുന്നേ? ചെമ്പഴന്തി, ട്രിവാൻഡ്രം ചെമ്പഴന്തി. എന്തെങ്കിലും നേർച്ചയായിരുന്നോ? നേർച്ചയാണ്. എത്ര മാസമായി? 8. എന്താ കുഞ്ഞിന്റെ പേര്? അഗ്രജ്. അതായത് അമ്മ താഴെ പമ്പയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ചോറൂണാൻ വേണ്ടി അച്ഛന്റെ തോളിലേറി വരുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച കൂടി നമുക്ക് വിഷുദിനത്തിൽ കാണാൻ സാധിക്കുന്നു. അല്പം യാത്രയുടെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു, അല്പം ഉറങ്ങിയിട്ടുണ്ട്. എന്ന് തന്നെ ആയാലും എവിടെ നിന്ന് അമ്മ വരുന്നേ? നേർച്ചയായിരുന്നോ? പൗർണമി പോലെ ശോഭിക്കട്ടെ അല്ലേ? അതെ. അച്ഛനും ഉണ്ട്, അമ്മുമ്മയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അമ്മയും മുത്തശ്ശിയൊക്കെ തന്നെ പമ്പയിൽ കാത്തിരിക്കുമ്പോൾ, ആ ഒരു പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഒട്ടേറെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇവിടെ വിഷുദിനത്തിൽ ആദ്യമായി അയ്യന്റെ മുന്നിൽ നിന്ന് അന്നമുള്ള ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ജയചന്ദ്രൻ വെല്ലമ്പാറയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.